ഇതൊരു കീഴ്വഴക്കമാണോ? ഇതൊരു കീഴടങ്ങലാണോ? നോക്കൂ ആര്യ, ഇത് കീഴടങ്ങലൊന്നുമല്ല, ഇതൊരു ജനാധിപത്യ മര്യാദയാണ്. ജനാധിപത്യത്തിൻ്റെ സാധ്യതകളെയും അതോടൊപ്പം തന്നെ അന്തസ്സത്തെയും ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഇപ്പോൾ ആര്യയുടെ ഇൻട്രോയിൽ ആര്യ പറഞ്ഞത് കീഴടങ്ങി എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു. നോക്കൂ, ഞങ്ങളങ്ങനെ കീഴടങ്ങലൊന്നും അല്ല പ്രശ്നം. ഇത് ജനാധിപത്യ മര്യാദയിൽ ഒരു സമരക്കാർ ഒരു വിഷയം കൊണ്ടുവരുന്നു, ആ സമരത്തിനകത്ത് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നുണ്ട്. ഒന്ന് ഞങ്ങളുടെ ചരിത്രം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 1951 രൂപീകൃതമായിട്ട് വെറും 2 വർഷത്തിന് ശേഷം 53 ദേശീയ അധ്യക്ഷനെ നഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. അതും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീരിലേക്ക് പോയി സമരം ചെയ്തിട്ട് ഏക് ദേശമേ ദോ വിധാൻ ദോ പ്രധാൻ ഓർ ദോ നിശാൻ നഹി ചലങ്കെ എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്ത് സ്വന്തം ജീവൻ ബലിദാനം കഴിച്ചിട്ടുള്ള രാഷ്ട്രീയ കീഴ്വഴക്കമാണോ എന്ന് ചോദിക്കാൻ തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രതികരണം കേൾപ്പിച്ചിരുന്നു. അല്പം പുറകോട്ട് പോകണം ആ പ്രതികരണം. അതിന് ഒരു 2015 പ്രതികരണമാണ്. രാജിവെക്കില്ല NDAയിലെ മന്ത്രിമാരൊന്നും എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞ രാജ്നാഥ് സിംഗിന്റെ ആ പ്രതികരണമാണ്. അതുകൊണ്ടാണ് ഇതൊരു കീഴ്വഴക്കമാണോ ഇന്നത്തെ രാജ്യം ഞാൻ ചോദിച്ചത്. അല്ല നോക്കൂ, അതിലും കുറച്ചുകൂടെ പഴയ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ആ സമയത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുകൂടി ആലോചിച്ചിട്ട് വേണം ആര്യ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ 1996 ശ്രീ LK അദ്വാനിജി അദ്ദേഹം MP ആയിരിക്കുമ്പോൾ ഹവാലയിൽ അദ്ദേഹത്തിന്റെ പേര് വന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം MP സ്ഥാനം രാജിവെച്ച് എന്നെ കോടതി ഇന്നാട്ടിലെ നിയമ സംവിധാനങ്ങൾ കുറ്റവിമുക്തനാവാതെ ഞാനിനി പാർലമെന്റിന്റെ പടി കയറില്ല എന്ന് പറഞ്ഞിട്ട് MP സ്ഥാനം രാജിവെച്ച് കോടതി കുറ്റവിമുക്തനാക്കിയതിന് ശേഷം വീണ്ടും ആ പടി നേതാവുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ഇനി 2020 നിങ്ങൾ എടുത്തു, ഇവിടെ കാർഷിക സമരങ്ങൾ നടന്നല്ലോ. കാർഷിക സമരങ്ങൾ നടന്നപ്പോഴും വലിയ സമരമുണ്ടായി. ജനങ്ങൾ സമരം ചെയ്ത് ജനങ്ങൾക്ക് ആ ഒരു നിയമങ്ങളെ കുറിച്ചിട്ട് ആവശ്യമില്ല എന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ അതിനെ പിൻവലിച്ചു. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഈ നീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ 10-30 ദിവസമായിട്ട് സമരങ്ങൾ നടക്കുന്നു. ആ സമരത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു വന്നേ. അത് ഞങ്ങളുടെ മര്യാദയാണ്, ജനാധിപത്യ മര്യാദയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ, ഇതേ രീതിയിൽ തന്നെ എത്രയോ ചോദ്യപേപ്പറുകൾ ഇതിനൊന്നും ചോദിച്ചിട്ടുണ്ട്. 2008 അധികം ജനങ്ങൾ, ഇത്രയും അധികം യുവാക്കൾ ആ തെരുവിൽ ഇറങ്ങേണ്ടി വന്നു, ജന്തർ മന്ദറിലേക്ക് വരേണ്ടി വന്നു. രാജ്യമാകം യുവാക്കൾക്ക് തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടി വന്നു. ആ ജനാധിപത്യ മര്യാദ നിങ്ങൾക്ക് ഓർമ്മ വരാൻ ആര്യ ആദ്യമായിട്ടാണ് ഒരു സമരത്തെ റിപ്പോർട്ട് ചെയ്യുന്നല്ലോ. സമരം എന്താണ്? ഈ രാജ്യത്തിന്റെ ചരിത്രം, ഈ രാജ്യത്തിന്റെ സമര ചരിത്രം ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു സമരത്തിൽ അത്തരത്തിലുള്ള പല ചർച്ചകളും നടക്കുന്നു. എത്രയോ സമരങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളൊക്കെ 10-15 വർഷമായിട്ട് കേരളത്തിൽ സമരം ചെയ്യുന്ന ആളുകളാണ്. എന്നിട്ടൊന്നും ഇത്തരത്തിലുള്ള രാജ്യമൊന്നും കേരളത്തിൽ കണ്ടില്ലല്ലോ. ശബരിമല സമരം നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നല്ലോ. എത്ര കഴിഞ്ഞ സർക്കാരിന്റെ ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെച്ചോ? 3 ദേവസ്വം പ്രസിഡന്റുമാരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 3 N വാസു, A പത്മകുമാർ, കഴിഞ്ഞ ദിവസം PS പ്രശാന്തും. എന്തേ അന്നത്തെ ദേവസ്വം മന്ത്രി രാജിവെച്ചിരുന്നോ? അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കമൊന്നും മറ്റൊരു പ്രസ്ഥാനത്തിനും ഇല്ല ആര്യ. ഇവിടെ നോക്കൂ, സമരമുണ്ടായി. അതൊക്കെ ജനാധിപത്യത്തിന് സ്വാഭാവികമാണ്. അതിന്റെ നാൾ വഴികളിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യും. അതിനകത്ത് നിങ്ങൾ മറ്റെന്തൊക്കെ വാക്യങ്ങൾ എടുത്തു വെച്ചാലും ഏതൊക്കെ രീതിയിൽ എടുത്തു വെച്ചാലും ഇതിങ്ങനെ ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ മര്യാദ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് BJP തന്നെയാണെന്നേ. സാധാരണ ചോദിച്ചാൽ സമാനമായിട്ടുള്ള അനുഭവം UP കാലത്തുണ്ടായപ്പോൾ ഈ ഇന്നത്തെ നീറ്റിന്റെ മുൻപത്തെ സംവിധാനമായിട്ടുള്ള ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ്, ആ ടെസ്റ്റ് 2008 അതിന്റെ പേപ്പർ ലീക്ക് ആയപ്പോഴത്തേക്ക് അന്നത്തെ HR മിനിസ്റ്റർ രാജിവെച്ചിരുന്നോ? ഇല്ലല്ലോ. 2012 എയിംസിന്റെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസിന് ചോദ്യ പേപ്പർ ലീക്കായി. അന്നത്തെ HR മിനിസ്റ്റർ രാജിവെച്ചിരുന്നോ? 2008 +2 CBSE +2ന്റെ ചോദ്യ പേപ്പർ ലീക്കായി. അന്നത്തെ HR മിനിസ്റ്റർ രാജിവെച്ചിരുന്നോ? ഒന്നും ചെയ്തിട്ടില്ല. ഇതേ രീതിയിൽ തന്നെ പോയിരുന്നു, ഒന്നും നടന്നിട്ടില്ല. ഇവിടെ നോക്കൂ, ഞങ്ങൾ രാജിവെച്ചു, അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, ചെറുപ്പക്കാരോട് സംസാരിച്ചു. ഭരിക്കുന്ന സർക്കാരുമായി മാറിയത് അവർ എക്സ് ഗവൺമെന്റും നിങ്ങൾ ഗവൺമെന്റുമായി മാറിയതിന് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തല്ലോ. ആ കാരണത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിന് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചല്ലോ. കഴിഞ്ഞ ദിവസം വരെ നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? നമ്മൾ ഇതിനു മുമ്പ് ഞാൻ മാതൃഭൂമി ചാനലിൽ തന്നെ ഇരുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചോദ്യം എന്താണ്? രാജിവെക്കാത്തത് എന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഇപ്പോൾ രാജിവെച്ചപ്പോൾ ചോദിക്കുന്നു വെപ്പിച്ചതാണോ എന്ന്. ഇത് എന്ത് വന്നാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും, അതിനകത്തൊരു സംശയമില്ല. പക്ഷേ ഞങ്ങൾ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചത് തന്നെയാണ്. മറ്റാരും അങ്ങനെ ചെയ്തിട്ടുമില്ല. നിങ്ങൾ കേരളത്തിലെ ഉദാഹരണം എടുത്തു, കേരളത്തിലെ PSC സമരങ്ങൾ എടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിന് രാജ്യം ഭരിക്കാത്തതുകൊണ്ട് ആ ഉദാഹരണങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കേരളത്തിലെ നോക്ക്, ചെറുപ്പക്കാരും മണ്ണ് വാർത്തിന്നില്ല സമരം ചെയ്തത്. മുട്ടുകുത്തി മുടി മുറിച്ച് സമരം ചെയ്തില്ല. ആരാ തിരിഞ്ഞു നോക്കിയത്? ആരാ രാജിവെച്ചത്? ശരി, ശ്യാംരാജ് പറയുന്നതിന് അതിന്റെ അതേ അന്തസ്സത്തോടു കൂടി ഞാൻ ഉൾക്കൊള്ളുകയാണ്. അതായത് നിങ്ങൾ
സമരത്തെ അതിൻ്റെ ജനാധിപത്യ മര്യാദയിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ തന്നെ കേന്ദ്രമന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായി നിർമ്മല സീതാരാമൻ ഈ പരീക്ഷാ ചോർച്ചയെക്കുറിച്ച്, ഈ സമരത്തെക്കുറിച്ച് പറഞ്ഞൊരു പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. Now, if this response is not come from the government of making sure the arrests are done in time, re-exam happen on time post the incident, an announcement of the results, and young people are now finding the institutions where they have to go for their higher education. All this is happening. And there are young people who are coming out and saying, yes, first it sort of hurt me when the paper leakages happened. But later I took advantage of that and prepared even more, and my performance has improved and I've done well. So there are people who looked at it, even young people who have taken this challenge and faced this and come out in bright colors. നോക്കൂ ശ്രീ ശ്യാമരാജ്, എന്താണ് നിർമ്മല സീതാരാമൻ പറയുന്നത്? പരീക്ഷാ പേപ്പർ ചോർന്നതുകൊണ്ട് വീണ്ടും പഠിക്കാൻ, നന്നായി പരീക്ഷ എഴുതാൻ അവസരം കിട്ടി, അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാൻ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടി എന്നൊക്കെ യുവാക്കൾ പുറത്തിറങ്ങി പറയാന്ന്. നോക്കൂ ആര്യ, നോക്കൂ, അഭിപ്രായങ്ങൾ പലതുണ്ട്. അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ, അതിനെന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഇപ്പൊ ഞങ്ങൾ തന്നെ എല്ലാ പരീക്ഷകളുടെയും ചോദ്യപേപ്പർ ലീക്ക് ചെയ്തോണ്ടേ ഇരിക്കും. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം കിട്ടട്ടെ പഠിക്കാൻ. അല്ലല്ല, ഒന്ന് എനിക്ക് ഞാനത് കൃത്യമായിട്ടും കേട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ടും കേട്ടില്ല. എന്തായാലും നോക്കൂ, ഇതിനകത്ത് നിങ്ങൾ ഈ വിഷയത്തെ കാണേണ്ടത് അങ്ങനെയല്ലെന്ന്. അതായത് ഇതിനകത്ത് ഇൻ ടോട്ടൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നോക്കൂ. ഇത്ര അധികമായിട്ടുള്ള ദിവസങ്ങളിൽ സമരം നടന്നു. ഈ സമരം നടക്കുമ്പോൾ ഞങ്ങൾ വെറുതെ ഇരുന്നിട്ടുണ്ടോ? സമരത്തിന് മുമ്പ് സർക്കാർ വെറുതെ ഇരുന്നിട്ടുണ്ടോ? സമരത്തിന് മുമ്പ് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. മെയ് മാസം 3-ാം തീയതി പരീക്ഷ നടക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവുന്നു. മെയ് മാസം 12-ാം തീയതി CBI അന്വേഷണം പ്രഖ്യാപിച്ചു. അതായത് ഈ കഴിഞ്ഞ നിങ്ങൾ ചോദിക്കുന്നതിൽ ഇന്നലെ വരെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ സമയത്തും സർക്കാർ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. മെയ് മാസം 12-ാം തീയതി CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നു. PV കുൽക്കർണി എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യുന്നു. 13 മറ്റാളുകളെ അറസ്റ്റ് ചെയ്യുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങൾ? പ്രധാനമന്ത്രി രാത്രി 12 മണിക്ക് വന്നിട്ട് ലൈവിൽ വരുന്നു. പുതിയ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പുതിയ ബില്ല് തിങ്കളാഴ്ച വരാൻ വേണ്ടിയിട്ട് പോകുന്നു. ലൈവിൽ വീഡിയോ ഇടുന്നത് കേൾക്കേണ്ടത് ജന്തർ മന്ദറിൽ നിൽക്കുന്ന സമരം ചെയ്യുന്ന യുവാക്കളാണല്ലോ. അവർക്ക് അവിടെ ഇന്റർനെറ്റ് ഇല്ല ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെങ്ങനെ കേൾക്കും? നിങ്ങളെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തണ്ടേ? ആര്യ, അതിന്റെ വ്യൂസ് എത്ര? ആര്യ, ആ ലൈവിന്റെ വ്യൂസ് എത്ര മില്യൺ? ആരും കേൾക്കാത്ത അത്ര മില്യൺ ലൈവ് പോയത്. ഈ രാജ്യത്തെ ചെറുപ്പക്കാർ കേട്ടു. ഈ രാജ്യത്തെ ചെറുപ്പക്കാർ കേട്ടു. എത്രയാണെന്ന് ഒന്നോടെ എനിക്ക് തോന്നുന്നു. ഈ രാജ്യത്തെ ചെറുപ്പക്കാർ ഇത് കേട്ടു. ഈ രാജ്യത്തെ ജനങ്ങളത് കേട്ടു. റെക്കോർഡ് വ്യൂവേഴ്സ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രി അദ്ദേഹം പോസ്റ്റ് ചെയ്തതിനകത്തും മിനിയാന്ന് പോസ്റ്റ് ചെയ്തതിനകത്ത് റെക്കോർഡ് വ്യൂസ്, മില്യൺസ് ഓഫ് വ്യൂ എല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആരും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് എങ്ങനെ ആര് പറയും? ഏറ്റവും പ്രധാനമായും കേൾക്കേണ്ടത് ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന, പ്രതിഷേധിക്കുന്ന യുവാക്കളാണല്ലോ. അവിടുത്തെ ഇന്റർനെറ്റ് കട്ട് ചെയ്ത് വെച്ചാ, അവിടുത്തെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്ത് വെച്ചാ, മൊബൈലിൽ എങ്ങനെ ഇത് കേൾക്കും? അവരെ ചാർജ് ചെയ്യാതെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നോക്കൂ ആര്യ, പറഞ്ഞുതരാം ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് 3 തവണ CJPയുടെ പ്രവർത്തകരുമായിട്ട് ചർച്ച നടത്തിയോ? ഇന്ന് 4-ാം തവണ ആയിരുന്നല്ലോ ചർച്ച നടത്തേണ്ടിയിരുന്നത്. 3 തവണ CJPയുടെ പ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്ത് JP നഡ്ഡ നേരിട്ട് സംസാരിച്ചില്ലേ? BJPയുടെ സീനിയർ നേതാവും കേന്ദ്ര മന്ത്രിസഭയിലെ തന്നെ സീനിയർ മന്ത്രിയുമായിട്ടുള്ള ശ്രീ JP നഡ്ഡ അദ്ദേഹം നേരിട്ട് 3 തവണ സമരക്കാരുമായിട്ട് നേരിട്ട് സംസാരിച്ചു. ഇനി രാജ്യത്തെ മറ്റു ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും കേൾക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ലൈവിൽ വന്ന് സംസാരിച്ചു. പുതിയ ബില്ല് വരാൻ വേണ്ടിയിട്ട് പോകുന്നു. 10 വർഷം തടവും 10 കോടി പിഴയും എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ബില്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോരുന്നു. അവസാനം ധാർമ്മികമായിട്ടുള്ള അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജ്യം വെച്ചു. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇനി എന്താണ് വാദങ്ങളുള്ളത്? ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്? അരെ, ഇന്നലെ വരെ നിങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ചെറുപ്പക്കാരെ അങ്ങനെ ചെയ്യാൻ പോകുന്നു, രാജിവെക്കില്ലെന്നൊക്കെ പ്രധാനമന്ത്രി സംസാരിച്ചാൽ അവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ മറുഭാഗത്ത് പ്രതിപക്ഷമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടാൽ എന്റെ ചോദ്യം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ചോദ്യം, ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യം, ഒരു
ആ ചോദ്യം എങ്ങനെ അവിടേക്ക് എത്തും എന്നുള്ളൊരു കാര്യമുണ്ട്. ഇത് വൺ വേ മൻ കി ബാത്ത് മാത്രമായി പോവില്ലേ, ജൻ കി ബാത്ത് എപ്പോൾ കേൾക്കുമെന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ശ്യാമരാജിലേക്ക് മടങ്ങി വരാം. കുറെ അധികം നേരമായി നമ്മൾ സംസാരിക്കുന്നു. അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടോ, ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ട് വേണം. ആര് ചോദിച്ചത് തെറ്റാണ്. ഒറ്റ ക്ലാരിഫിക്കേഷൻ. പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണ്. പാർലമെന്റിൽ ചർച്ച, രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരുന്നത് പുറത്ത് സമരം ചെയ്യേണ്ട, പാർലമെന്റിലേക്ക് വരൂ, പാർലമെന്റിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. CJP നേതാക്കന്മാരുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്തു. ഈ രാജ്യത്തെ മുഴുവൻ ചെറുപ്പക്കാരോടും സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം ചെയ്തു, സംസാരിച്ചു. എന്നിട്ടാണ് ഇന്നത്തെ രാജ്യം ഉണ്ടായിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടും കേൾക്കേണ്ട ആളെ കേട്ടുകൊണ്ടും കാണേണ്ട ആളുകളെ കണ്ടുകൊണ്ടുമാണ് ഈ ഒരു രാജ്യത്തിലോട്ട് പോയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ചിലർക്ക് നിരാശയുണ്ടാവാം. ഈ രാജ്യം അല്ലെങ്കിൽ ഇവിടെ ഇന്നിപ്പോൾ സമരം അവസാനിച്ചപ്പോൾ ആർക്കെങ്കിലും ഒക്കെ നിരാശയുണ്ടാവാം. ആ നിരാശക്കാർ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള, രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ജനാധിപത്യത്തിന്റെ മര്യാദപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഇന്ന് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ എടുത്തിരിക്കുന്ന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ പാർലമെന്റിൽ ചർച്ചയാകാമെന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ദിവസം പാർലമെന്റിൽ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മളിങ്ങനെ തർക്കിച്ചു പോയ സമയം കൂടുതലെടുക്കും. ശ്യാം, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്.